ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വയൗമ യഹ്ശുറുഹും ജമീഅൻ സുമ്മ യഖൂലു ലിൽ മലായികതി അഹാഉലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. നമ്മൾ പറഞ്ഞു വന്നല്ലേ, മക്കയിലൊരു വിഭാഗം ജിന്നിനെ തന്നെ ആരാധിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഖുസാ ഗോത്രത്തിലെ ബനു മുലൈഹ് അവരായിരുന്നു ഈ ജിന്നിനെ ആരാധിച്ചിരുന്നത്. പിന്നെ ഒരു വിഭാഗം അവർ യാത്ര ചെയ്യുകയൊക്കെയാണ് എങ്കിൽ വല്ല വിജനതയിലോ അതേപോലെ തന്നെ മരുഭൂ യാത്രയിൽ പൊതുവിലോ അവർ പിന്നെ അഊദു ബി സയ്യിദി ഹാദൽ വാദി, ഈ താഴ്വാരത്തിലെ ജിന്നുകളുടെ സയ്യിദിനെ കൊണ്ട് ഞങ്ങൾ രക്ഷാത്തേട്ടം നടത്തുന്നു എന്ന് രക്ഷാത്തേട്ടം നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് ജിന്നിൽ നമ്മൾ പറഞ്ഞില്ലേ, വ അന്നഹു കാന റിജാലു മിനൽ ജിന്നി യഊദൂന ബിരിജാലി മിനൽ ഇൻസ്, അല്ല വ അന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലി മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്ന് പറഞ്ഞില്ലേ. മനുഷ്യരിലൊരു വിഭാഗം ജിന്നുകളിലൊരു വിഭാഗത്തെ വിളിച്ച് അഭയം തേടാറുണ്ടായിരുന്നു. അത് ജിന്നുകൾക്ക് ഗർവിനെ വർദ്ധിപ്പിച്ചു എന്നാണ്, അഹങ്കാരം കൂട്ടി എന്നാണ്. ഇതാണ് ഈ വിഷയം. അവർ പിന്നെ ഈ മരുഭൂ യാത്രയിലൊക്കെ അങ്ങനെ ജിന്നിനെ വിളിച്ച് രക്ഷാത്തേട്ടം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ജിന്നിനെ ആരാധിക്കുക എന്നുള്ള ഒരു പ്രവണത, അപകടം, അത് പിന്നെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം മലക്കുകളോട് പറയും, അഹാഉലായി ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, ഇക്കൂട്ടർ നിങ്ങളെ ആയിരുന്നോ ആരാധിച്ചിരുന്നത്? അള്ളാഹു വിചാരണയുടെ വേദിയിൽ മലക്കളോട് ചോദിക്കുകയാണ്. അപ്പം മലക്കൾ പറയുകയാണ്, സുബ്ഹാനക അൻത വലിയുന മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ, അവർ ആരാധിച്ചിരുന്നത് ജിന്നിനെയായിരുന്നു. ഇതിൽ ഇവർ മലക്കുകളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അവിടെയാണ് പിന്നെ ഈ അബ്ദുള്ള ഇബ്നു സിബാറനെ നമ്മൾ പറഞ്ഞത്. അബ്ദുള്ള ഇബ്നു സിബാറ മക്കത്തൊരു കവിയായിരുന്നു, അറിയപ്പെട്ട ഒരു കവിയായിരുന്നു, ഭയങ്കര സാഹിത്യകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരം മുട്ടിക്കാൻ മൂപ്പരാണ് പലപ്പോഴും ഒരുമ്പെട്ട് ഇറങ്ങിയിരുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഉമ്മ ആത്തിക ബിൻത് അബ്ദില്ല, അവർ ബനു ജമഹ് ഗോത്രക്കാരി ഉമ്മ. ഇയാളുടെ വാപ്പ അബ്ദുള്ള ഇബ്നു സിബാറ ഇബ്നു അബ്ദുള്ള ഇബ്നു ഖൈസ് ഇബ്നു അദി, അയാൾ പിന്നെ ബനു സഹ്മ് ഗോത്രക്കാരനായിരുന്നു. നമ്മൾ ഈ ഖുറൈശികൾ പല ഉപഗോത്രങ്ങളാണല്ലോ. അതിൽ നമ്മൾ പിന്നെ ഇപ്പം ബനു ജമഹ്, ഖുറൈശികൾ കുറേ ഉപഗോത്രങ്ങളാണ്. അതിൽ ജമഹ് ഉണ്ട്. ഇതിലാണ് ഈ ബനു ജമഹിലാണ് ഉമയ്യ ഇബ്നു ഖലഫ്, ഉബയ്യ് ഇബ്നു ഖലഫൊക്കെ. അതിൽ ബനു സഹമുണ്ട്. ഈ ബനു സഹമിലാണ് അംർ ബിൻ ആസ് അസഹമി, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് അസഹമി ഇവരൊക്കെ ഉള്ളത്. ഇവരിൽ മഖ്സൂമുണ്ട്, ബനു മഖ്സൂമിലാരാ? അബൂ ജഹൽ, ഇക്രിമ, അൽ വലീദ് ബിനുൽ മുഗീറ അൽ മഖ്സൂമി, ഖാലിദ് ബിനുൽ വലീദ് അൽ മഖ്സൂമി, ബനു മഖ്സൂം. ഇതിൽ പിന്നെ സഹ്റ, ഈ സഹ്റയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബ സുഹ്രിയ. അതേപോലെ തന്നെ അതിലാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയുള്ളവരൊക്കെ. അതേപോലെ തന്നെ ഇതിൽ അസദ് ഉണ്ട്, ബനു അസദ്. ഈ ബനു അസദിലാണ് ഖദീജ ബിന്ത് ഖുവൈലിദ് അൽ അസദിയ. അതേപോലെ തന്നെ ഈ ഇതിൽപ്പെട്ടതാണ് അദി ബനു അദി, ഖുറൈശിയാണ്, ബനു അദിയാണ്. അതിൽപ്പെട്ടാണ് ഉമർ ബിൻ ഖത്താബ്, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഒക്കെ അവർ ബനു അദിയാണ്. അതിൽപ്പെട്ടതാണ് ബനു തൈം. ഈ ബനു തൈമിൽപ്പെട്ടാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ റളിയല്ലാഹു തആല എന്നിവരൊക്കെ. പിന്നെ ഇതേപോലെ പല ഗോത്രങ്ങളും ഇനിയും. ഇതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാന ആരാണ്? ബനു ഹാഷിം, ബനു അബ്ദു മനാഫ്, ബനു ഖുസൈ,
ഇവരൊക്കെ ഖുറൈശികൾപ്പെട്ടതാണ്. ബനു ഹാഷിം, അതിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഇതിൽ പിന്നെ ഈ ബനു ഹാഷിമിനോട് ഭയങ്കര വൈരികളായിരുന്നാർ ഈ ബനു സഹമും ബനു മഖ്സൂമും അതേപോലെ ബനു ജമഹും താരതമ്യേന ഉപദ്രവം കുറഞ്ഞവരുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കും. പിന്നെ കുറേ ചരിത്രങ്ങൾ വായിക്കും. ഇവർക്ക് ഈ കൂട്ടർക്ക് എന്തുകൊണ്ടാണ് ഈ ബനു ഹാഷിമിനോട് അത്ര വൈര്യം അല്ലാത്തത്, ഇവർക്ക് എന്തുകൊണ്ടാണ് വൈര്യം കൂടിയത്, അതൊക്കെ ഓരോ വിഷയമാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവരിൽ നിന്നാണ് ഉണ്ടായത്. അതിനകത്ത് അവരിൽ നിന്ന് മിത്രങ്ങളില്ല എന്നല്ല. ഇപ്പോൾ ബനു മഖ്സൂം ഗോത്രക്കാരനാണ് അർഖം ഇബ്നു അബിൽ അർഖം. അർഖം ഇബ്നു അബിൽ അർഖം ബനു മഖ്സൂംകാരനാണ്. ഇയാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നപ്പോൾ എന്താ ചെയ്ത്? റസൂലുള്ളാഹിക്ക് വീട് കൊടുത്തിട്ട്, അതാണ് രഹസ്യ പ്രബോധനത്തിൻ്റെ കേന്ദ്രം. ബനു മഖ്സൂം ഗോത്രക്കാരുടെ അർഖം ഇബ്നു അബിൽ അർഖം അൽ മഖ്സൂമിയുടെ വീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ പ്രബോധന കേന്ദ്രം. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു എന്നല്ല, പക്ഷേ ഇവർ പൊതുവിൽ വലിയ ശത്രുക്കളായി. ആരോട്? ബനു ഹാഷിമിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യക്തിപരമല്ല, അവർക്ക് പ്രശ്നം ബനു ഹാഷിമാണ്. ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതാ ഒരു നബി വന്നിരിക്കുന്നു, അപ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് എന്നാ അത് കിട്ടുകയെന്ന്. അതാണ് അവരുടെ പ്രശ്നം. ഇവർ 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ 100 പേർക്ക് ഭക്ഷണം കൊടുക്കും. ഇവർ 100 പേർക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരും വസ്ത്രം കൊടുക്കും. അങ്ങനെ അവർ മത്സരത്തിലായിരുന്നു ദുനിയാവി കുടുംബ മാഹാത്മ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു നബി വന്നു, ആ നബിയെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നാ ഒരു നബിയെ കിട്ടുക. ഏതായാലും ഈ അബ്ദുള്ള ഇബ്നു സിബാറ ജമഹിൽ നിന്നാണ്, വാപ്പ സഹമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര ശത്രുവായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, അയാളാണ് ദാറുൻ നദ്വയിൽ വലിയ നേതാവ്. ആ സദസ്സിൽ അന്നദർ ബിനു ഹാരിസ് എന്ന് പറയുന്ന മക്കയിലെ ഒരു പിന്നെ മുതിർന്ന വ്യക്തിത്വം, അയാൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരത്തിനൊടുവിൽ അയാളോട് ഓതി ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം എന്ന്. ഇന്നക്കും നിങ്ങളും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നവരും ഹസബു ജഹന്നം നരകത്തിന് വിറകാകുന്നു എന്ന അർത്ഥത്തിലുള്ള ആയത്ത് ഓതി. കേട്ടോടുകൂടിയിട്ട് ഈ നദർ ബിൻ ഹാരിസ് ഉത്തരം മുട്ടി. റസൂലുള്ളാഹിയുടെ ആ ഒരു ഓത്ത് അയാൾ അങ്ങനെ ഒരു പ്രതികരണം സൃഷ്ടിച്ചത്, അയാൾക്ക് ഉത്തരം മുട്ടി. അത് വലീദ് ബിൻ മുഗീറ ഇരിക്കുന്ന സദസ്സിലാണ്. വലീദ് ബിൻ മുഗീറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ട് അദ്ദേഹം ഖുർആന് മുമ്പിൽ സ്തബ്ധചിത്തനായ വ്യക്തിയാണ്. ഖുർആന് പകരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പേജ് കുന്നൂടല്ലാതെ അയാൾക്കൊന്നും എഴുതാൻ ആയില്ല എന്നുള്ളതും, പിന്നെ അയാൾ സത്യം മനസ്സിലാക്കിയിട്ട് ഖുർആന് മധുരമുണ്ട്, ഖുർആൻ മികച്ചു നിൽക്കും, ഖുർആനെ മികക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഖുർആൻ്റെ വിഷയത്തിൽ പറഞ്ഞ് അവസാനം അയാൾ തകിടം മറിയാണ് ചെയ്തത്. അതാണ് നമ്മൾ സൂറത്തു മുദ്ദസിറിൽ ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില ഫകൈഫ ഖദ്ദർ സുമ്മ ഖുതില എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നില്ലേ? അത് ഈ വലീദുൽ മുഗീറിൻ്റെ ഈ തകിടം മറിച്ചിലിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. ഏതായാലും പിന്നെ ആ സദസ്സിലുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഓത്ത് കേട്ട് ഉത്തരം മുട്ടി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഈ അബ്ദുള്ള ഇബ്നു സിബാറ എന്ന് പറയുന്ന കവി വരുന്നത്. ഇയാൾ വന്നപ്പോൾ അയാളോട് ആളുകൾ പറഞ്ഞ വിഷയം മുഹമ്മദ് ഇങ്ങനെ പോയി. അപ്പോൾ ഇയാൾ വെല്ലുവിളിച്ച് ലൗ വജത്തു മുഹമ്മദൻ ലഹസംതുഹു, ലൗ വജത്തു മുഹമ്മദൻ, മുഹമ്മദിനെ ഞാൻ കണ്ടാൽ ലഹസംതുഹു, എന്താ മുഹമ്മദിനെ ഞാൻ ഉത്തരം മുട്ടിക്കും, ഞാൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് സലു മുഹമ്മദൻ അകുല്ലുമായി ഉഅ്ബദു മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നം. നിങ്ങൾ മുഹമ്മദിനോട് ചെന്ന് ചോദിക്കൂ, അകുല്ലുമായി ഉഅ്ബദു മിൻ ദൂനില്ലാഹ് അള്ളാഹുവെ കൂടാതെ ആരാധിക്കുന്നവരെല്ലാം ഹസബു ജഹന്നം നരകത്തിന് വിറകാണോ ചോദിക്കാൻ പറയും. അയാളവിടെ വെച്ച് ഉറക്കനെ വെല്ലുവിളിച്ചിട്ടാണ് പ്രഖ്യാപനം. എന്നിട്ട് അയാളുടെ തീർന്നില്ല, അയാൾ പറയുന്നതാണ് നഹ്നു നഅ്ബുദുൽ മലായിക, ഞങ്ങൾ മലക്കുകളെ ആരാധിക്കുന്നു. നഹ്നു മക്കക്കാർ, നഹ്നു നഅ്ബുദുൽ മലായിക, ഞങ്ങൾ മക്കക്കാരെ ആരാധിക്കുന്നു. വന്നസാറ യഅ്ബുദൂനൽ മസീഹ്, നസാറാക്കൾ മസീഹിനെ ആരാധിക്കുന്നു. വൽ യഹൂദ് യഅ്ബുദൂന ഉസൈറൻ, ജൂതന്മാർ ഉസൈറിനെ ആരാധിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ നരകത്തിലാണ്. അതാണ് അയാളുടെ ചോദ്യം. ആര്? മലക്കുകൾ, പിന്നെ
ഈസ അൽ മസീഹ് അലൈഹിസ്സലാം, പിന്നെ ഉസൈർ അലൈഹിസ്സലാം, ഇവരൊക്കെ നരകത്തിലാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ആരാധിക്കപ്പെടുന്നവരെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് കുല്ലു മൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാഹ് ഫഹുവ മഅ മൻ അഅബദഹു എന്നാണ്. എന്താ കുല്ലു മൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ താൻ ആരാധിക്കപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്നവരെല്ലാം, അള്ളാഹുവെ കൂടാതെ താൻ ആരാധിക്കപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഫഹുവ മഅ മൻ അഅബദഹു, അവൻ താൻ ആരാധിച്ചവനോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞു. തന്നെ ആരാധിച്ചവനോടൊപ്പം ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. പറഞ്ഞ മനസ്സിലായോ? താൻ ആരാധിക്കപ്പെടണം എന്ന് ഇഷ്ടപ്പെട്ട് ആരാധിക്കുന്നവരുണ്ടല്ലോ, അവർ ആരാധിച്ചവരോടൊപ്പമായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുബന്ധം പറഞ്ഞത് എന്താ? അവരെയല്ല ആരാധിക്കുന്നത്, പിന്നെയോ അവർ ആരാധിക്കുന്നത് ശൈത്താനെയാണ്. കാരണം ശൈത്താനാണ് എന്ത് ചെയ്തത്? ഈ മഹത്തുക്കളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണ ജനിപ്പിച്ചത്. അതുകൊണ്ട് അവരുടെ ആരാധന ഷെയ്ത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറയുകയും ചെയ്തു എന്നാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തു അംബിയായിൻ്റെ ഒടുവിലുള്ളൊരായത്തുണ്ട്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ എന്ന ആയത്തിറങ്ങിയത്. എന്താ ഈ ആയത്തിൻ്റെ അർത്ഥം? ഇന്നല്ലദീന സബഖത് മിന്നൽ ഹുസ്ന, നമ്മളിൽ നിന്ന് സ്വർഗം മുൻകടന്നവർ, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന വാഗ്ദാനമുള്ളവർ, സ്വർഗം നാം വിധിച്ചവർ, ഉലായിക അവർ അൻഹ മുബഅദൂൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരായിരിക്കും. ഇപ്പോൾ ഈസ, മലക്കുകൾ, ഉസൈർ, ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വിധിച്ചവരാണ്. അത്തരം ആളുകൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരായിരിക്കും എന്ന അർത്ഥത്തിൽ ആയത്തിറങ്ങിയത് ഈ സന്ദർഭത്തിലാണ് എന്നാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിഭാഗം അവരുടെ ജൽപ്പന എന്തായിരുന്നു? ഞങ്ങൾ മലക്കുകളെ ആരാധിക്കുന്നു എന്നായിരുന്നു, മലക്കുകളെ ആരാധിക്കുന്നു എന്നായിരുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ആരെ അല്ല ആരാധിച്ചത്? മലക്കുകളല്ല ആരാധിച്ചിരുന്നത്. അവർ ആരാധിച്ചിരുന്നത് മലക്കുകളെ ആരാധിക്കാൻ ആരാണോ പ്രേരിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചത്, ആ പ്രോത്സാഹിപ്പിച്ച ശൈത്താന്മാരെയാണ് അവർ ആരാധിച്ചത്. മനസ്സിലായോ? ഇതാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് മലക്കുകളുടെ വിഷയത്തിൽ മാത്രമല്ല, പിന്നെയോ നബിമാരുടെ വിഷയത്തിലും. ഇത് സൂറത്തു ഫുർഖാനിലെ 17-ാമത്തെ ആയത്ത്, അത് നോക്കിയാൽ വയൗമ യഹ്ശുറുഹും ഉണ്ടാ, വൗമ യഹ്ശുറുഹും വമ യഅബുദൂന മിൻ ദൂനില്ലാ, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അവർ ആരാധിച്ചിരുന്നവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. പിന്നെന്താ? ഫയഖൂൽ, അള്ളാഹു ചോദിക്കും, അഅൻതും അദ്ലൽതും ഇബാദി, നിങ്ങളാണോ എൻ്റെ അടിമകളെ പഴപ്പിച്ചത്? അഅൻതും അദ്ലൽതും ഇബാദി, നിങ്ങളാണോ? ഇത് മഹ്ശറയിൽ അള്ളാഹു ആരാധിച്ചിരുന്നവരെയും ആരാധിക്കപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആരാധിക്കപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അഅൻതും, നിങ്ങളാണോ അദ്ലൽതും ഇബാദി, എൻ്റെ അടിയാന്മാരെ പഴപ്പിച്ചത്? അഅൻതും അദ്ലൽതും ഇബാദി ഹഉലാഇ, ആരാധിച്ചിരുന്നവരെ ചൂണ്ടിയിട്ട് ആരാധിക്കപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ എൻ്റെ ഈ ദാസന്മാരെ പഴപ്പിച്ചത്? അഅൻതും അദ്ലൽതും ഇബാദി ഹഉലാഇ, എൻ്റെ ഈ ദാസന്മാരെ നിങ്ങളാണോ പഴപ്പിച്ചത് എന്ന് ആരാധിക്കപ്പെട്ടവരോട് ചോദിക്കും. അം ഹും ദല്ലു സബീൽ, അതല്ല അവർ സ്വയം പഴച്ചു പോയതാണോ? നിങ്ങൾ പഴപ്പിച്ചതാണോ അതല്ല ഇവർ പഴച്ചതാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. ഖാലു സുബ്ഹാനക്, കണ്ടോ? ഖാലു സുബ്ഹാനക്, ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ പറയും, അല്ലാഹുവേ നീ പരിശുദ്ധൻ. ഖാലു സുബ്ഹാനക്. പിന്നെന്താ? മാ കാന യൻബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെ ഒരു രക്ഷാധികാരികളെ സ്വീകരിക്കുക എന്നുള്ളത് മാ കാന യൻബഗി ലനാ, ഞങ്ങൾക്ക് സംഗതമായിരുന്നില്ല, ഞങ്ങൾക്ക് പാടുണ്ടായിരുന്നില്ല. വലാകിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു ദിക്ർ, സംഭവിച്ചത് എന്താണ്? നീ അവർക്കും അവരുടെ പൂർവ്വപിതാക്കന്മാർക്കൊക്കെ ധാരാളം ഈ ഭൗതിക സുഖ സൗകര്യങ്ങൾ, അനുഭവങ്ങൾ നൽകി അവർ ഉത്ബോധനത്തെ വിസ്മരിച്ചു. അങ്ങനെ അവർ ശിർക്കിലകപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ആ ചോദിക്കപ്പെടുന്നവർ പറയുമെന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഇത് മലക്കുകളോടുള്ള ചോദ്യമാണ്. ഇവിടെ മലക്കുകൾ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്, പിന്നെയോ അവിടെ പണ്ഡിതന്മാർ പറയാണ് ഉസൈറിനോട് ചോദിക്കും, അവിടെ മസീഹിനോട് ചോദിക്കും,
അവിടെ മലക്കുകളോട് ചോദിക്കും, അവിടെ നബിമാരോട് ചോദിക്കും. എന്ത്? അൻതും അദ്ലൽതും ഇബാദി ഹൗലായി, എൻ്റെ ഈ അടിയാന്മാരെ നിങ്ങളാണോ പേപ്പിച്ചത്? ഇവർ നിങ്ങൾ ആരാധിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളാണോ ഇവരെ പേപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അവർ സുബ്ഹാനക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ പറഞ്ഞ പോലെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനിത് ഉദ്ധരിച്ചത് എന്തെന്ന് വെച്ചാൽ, മലക്കുകളോട് മാത്രമല്ല ഈ ചോദ്യം, പിന്നെയോ മലക്കുകളല്ലാത്ത മലക്കുകളോടും നബിമാരോടൊക്കെ ഇങ്ങനെ ചോദിക്കും പരലോകത്ത്. അത് എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? ചോദിക്കുന്നവരെ പ്രയാസപ്പെടുത്താനല്ല, ചോദിക്കുന്നവരെ ഉത്തരമുട്ടിക്കാനല്ല. അവരെ ആദരിക്കപ്പെടുന്ന മലക്കുകൾ നബിമാർ ആണ്. പിന്നെയോ ഷിർക്ക് ചെയ്തവരെ അപകീർത്തിപ്പെടുത്താനാണ്. ഷിർക്ക് ചെയ്തവരെ വിചാരണയുടെ കോടതിയിൽ മാനക്കേടിൽ അകപ്പെടുത്താനാണ്. ഷിർക്ക് ചെയ്തവർ അവിടെ എത്തുമ്പോൾ അവർക്ക് എന്ത് എന്നുള്ളത് അവർ സ്വയം വായിക്കാനാണ്. മനസ്സിലായില്ലേ? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യത്തെ ഉന്നയിക്കുന്നത്. മനസ്സിലായോ? ഇമാം അൽ ബൈദാവി തഫ്സീറിൽ അദ്ദേഹത്തിൻ്റെ അന്നുക്കത്ത് എന്ന് പറയുന്ന തഫ്സീറുണ്ട്, തഫ്സീർ അൽ ബൈദാവി. അതിൽ പറയുന്നത് ഈ ഇതുവരെ ഉണ്ടല്ലോ, അഹാഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ. എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? അഹാഉലായി ഇക്കൂട്ടർ, ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത് എന്നാണല്ലോ മലക്കുകളോട് ചോദിക്കണത് അല്ലേ? ബൈദാവി പറയുന്നത് അതവിടെ ഒരു ചോദ്യമല്ല, അവിടെ ചോദ്യമല്ല, പിന്നെന്താ, ഇത് ഒരു തഖരീർ, ഒരു സ്ഥിരീകരണമാണ്. അതായത് അഹാഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ നിങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത് എന്ന് അള്ളാഹു മലക്കുകളോട് പറയും. ആരാധിച്ചിരുന്നോ എന്ന് ചോദിക്കല്ല, പിന്നെയോ ഇവരെ ചൂണ്ടിയിട്ട് പറയും ഇക്കൂട്ടർ നിങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത്. പ്രസ്താവനയാണ്. ഈ എന്നുള്ളത് ചോദ്യത്തിനാണെങ്കിലും, പക്ഷെ അതവിടെ ചോദ്യത്തിനല്ല, ഇത് അവിടെ സ്ഥിരീകരണത്തിനാണ്. അള്ളാഹു പറയും മലക്കുകളെ അള്ളാഹു ഹാജരാക്കും, മലക്കുകളെ ആരാധിക്കുന്നവർ ആണ് ഞങ്ങളെന്ന് പറഞ്ഞിരുന്നവരെ ഹാജരാക്കും, ഷിർക്ക് ചെയ്തിരുന്നവരെ ഹാജരാക്കും. എന്നിട്ട് ഷിർക്ക് ചെയ്തവരെ ചൂണ്ടിയിട്ട് മലക്കുകളോട് പറയും ഇക്കൂട്ടർ നിങ്ങളെയാണ് ആരാധിച്ചിരുന്നത് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രസ്താവിക്കുമ്പോൾ മലക്കുകൾ ഉടനെ പ്രതികരിക്കും, സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ. അള്ളാഹു പരിശുദ്ധൻ, നീയായിരുന്നു ഞങ്ങളുടെ രക്ഷാധികാരി, അവർ ആരാധിച്ചിരുന്നത് ജിന്നിനെയാണ് എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ഇത് വിചാരണയുടെ വേദിയിൽ മലക്കുകളെ ചോദ്യം ചെയ്യാനല്ല, പിന്നെയോ മലക്കുകളോട് ചോദിക്കാനല്ല, പിന്നെയോ ഈ ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, ഷിർക്ക് ചെയ്തവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വിചാരണയുടെ കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നതാണ് എന്നാണ് ബൈദാവി പറഞ്ഞത്. കാരണം ഈ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ മലക്കുകളോട് ചോദിക്കുമ്പോൾ അത് എന്താ, മലക്കുകൾക്കൊരു അവരറിയാത്തൊരു കാര്യമാണല്ലോ, അവർ ഉദ്ദേശിക്കാത്തൊരു കാര്യമാണല്ലോ, അവരൊരിക്കലും നനച്ചിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചോദ്യം അവിടെ പരലോക കോടതിയിൽ ഒരു പ്രയാസം ആവണ്ട എന്ന നിലക്ക് ഇതൊരു സ്ഥിരീകരണമാണ് എന്നുള്ളതാണ് ബൈദാവിയുടെ ഒക്കെ പക്ഷം. അല്ല കൊല്ലി ഇതാണ് ഇതിൻ്റെ വിഷയം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആകത്തുക എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ വലിയ പരാജയത്തിലും തികഞ്ഞ നഷ്ടത്തിലുമാണ്. പ്രത്യേകിച്ച് പരലോക കോടതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തികഞ്ഞ മാനക്കേടിൽ അകപ്പെടുത്തും എന്നുള്ളതാണ്, നിന്ദ്യരാക്കും എന്നുള്ളതാണ്. വിചാരണയുടെ കോടതിയിൽ വരെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു പറയേണ്ടതില്ല. അതാണ് അവിടെ വിഷയം. ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. പണ്ഡിതന്മാർ പറഞ്ഞു മലക്കുകളെ ആരാധിക്കുക എന്ന് ഇവർ ജൽപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മലക്കുകളല്ല ആരാധിച്ചിരുന്നത്. പിന്നെ കാരണം മലക്കിനെ ആരാധിക്കുക എന്നുള്ളത് മലക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മലക്കിനെ ആരാധിക്കുക എന്നുള്ളത് ഇവർക്ക് ഇഷ്ടപ്പെടുത്തി കൊടുത്ത, താല്പര്യം ജനിപ്പിച്ചു കൊടുത്ത ശൈത്താന്മാർ, അവരെയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളെ ആരാധിച്ചിരുന്നത് എന്നുള്ളതാണ് അവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം ഒക്കെ ആ നിലക്കാണ് ഇതിനെ സ്ഥിരീകരിച്ചുള്ളത്. അതല്ല നേരിട്ട് അവർ ജിന്നിനെ ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതും ഇവരുടെ വിഷയത്തിൽ ശരിയാണ്, ജിന്നിനെ ആരാധിക്കുന്നവർ അവരിലുണ്ടായിരുന്നു. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ അധിക പേരും ഈ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. ജിന്നുകൾ രക്ഷപ്പെടുത്തും, ജിന്നുകൾ തങ്ങൾക്ക് അഭയം നൽകും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ വല്ല യാത്രയിലും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ താഴ്വാരത്തിൻ്റെ നേതാവായ ജിന്നിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്
എന്നൊക്കെ ഹദീസിൽ നമ്മൾ വായിക്കും. ഈ തഫ്സീറിൽ നമ്മൾ വായിക്കും. ഇനി ഇവിടെ അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് فَالْيَوْمَ لَا يَمْلِكُ بَعْضُكُمْ لِبَعْضٍ نَفْعًا وَلَا ضَرًّا وَنَقُولُ لِلَّذِينَ ظَلَمُوا ذُوقُوا عَذَابَ النَّارِ الَّتِي كُنْتُمْ بِهَا تُكَذِّبُونَ فَالْيَوْمَ ഫൗൽ ഫസീഹ എന്ന് പറയും. അല്യവും എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം. ഇത് ഏതാ ദിവസം? യൗമ യഹ്ശുറുഹും ജമീഅൻ, പരലോകമാണ്. ലാ യംലികു ബഅദുകും ലിബഅദിൻ, ലാ യംലികു ബഅദുകും നിങ്ങളിൽ ചിലർ, ലാ യംലിക്കു എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുന്നില്ല. ഇവിടെ മിൽക്ക് എന്ന് പറഞ്ഞാൽ കുതിരത്ത് എന്ന് അർത്ഥമുണ്ട്. നിങ്ങളിൽ ചിലർക്ക് കഴിയില്ല എന്ന അർത്ഥത്തിൽ ലാ യംലികു ബഅദുകും നിങ്ങളിൽ ചിലർ ഉടമപ്പെടുത്തുന്നില്ല ലിബഅദിൻ ചിലർക്ക് നഫ്അൻ, നഫ് എന്ന് പറഞ്ഞാൽ ഉപകാരം, വലാ ദർറൻ ഉപദ്രവവും. വനഖൂലു ലില്ലദീന ളലമു, വനഖൂലു നാം പറയും ലില്ലദീന ളലമു ആക്രമിച്ചിരുന്നവരോട്, അക്രമികളോട് എന്താ പറയുക? ദൂഖു അദാബന്നാർ, നരക ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ, അല്ലത്തി എങ്ങനെയുള്ള ശിക്ഷയാണ്? കുൻതും ബിഹാ നിങ്ങൾ അതിനെ തുകദ്ദിബൂൻ കളവാക്കിയിരുന്നു. ഇവിടെ ലാ യംലികു ബഅദുകും ലിബഅദിൻ നിങ്ങളിൽ ചിലർക്ക് ഉടമപ്പെടുത്തുന്നില്ല, ചിലർക്ക് വേണ്ടി നിങ്ങളിൽ ചിലർക്ക് കഴിയില്ല, സാധ്യമാകില്ല. അങ്ങനെ ലാ യംലിക്കു എന്നുള്ളതിന് അർത്ഥമുണ്ട്. ഉദ്ദേശം അതാണ്. ഉടമപ്പെടുത്തില്ല പറഞ്ഞാൽ എന്തിനാ? ഉടമപ്പെടുത്തുന്നത് എന്തിനാ? സഹായിക്കാനാണല്ലോ. നിങ്ങൾ ചിലർക്ക് സാധ്യമാകില്ല, അല്ലെങ്കിൽ ഉടമപ്പെടുത്തില്ല. നഫ്അൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം, എന്തെങ്കിലും ഒരു ഉപകാരം. എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തൻവീൻ. തഖ്ലീൽ, ചെറിയൊരു ഉപകാരമെങ്കിലും ലാ യംലിക്. വലാ ദർറൻ ഉണ്ടോ? വലാ ദർറൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇതും തഖ്ലീലിന് ചെറിയൊരു ഉപദ്രവമെങ്കിലും എന്നുള്ളത് വായിക്കാനാണ് അവിടെ ആ തൻവീൻ. ഉടമപ്പെടുത്തൂല്ല എന്നുള്ളതാണ്. ശരിക്കും അല്യവും എന്നുള്ളതുണ്ടല്ലോ, അത് പിന്തിയാണ് വരേണ്ടത്. ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫ്അൻ വലാ ദർറൻ. യൗമിനെ പിന്തിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ യൗമിനെ മുന്തിപ്പിക്കാൻ കാരണം ഈ യൗമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. ദുനിയാവിലുണ്ടല്ലോ, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആലങ്കാരികമായിട്ടേലും നമ്മൾ ഉടമപ്പെടുത്തുന്നുണ്ട്. ചെറുത് ഉപകാരങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണങ്ങളാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉപദ്രവമൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിയും. പക്ഷേ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ചെറിയൊരു ഉപകാരം, ചെറിയൊരു ഉപദ്രവം, അതുപോലും ഒരാൾക്ക് നേരെ ഉടമപ്പെടുത്താത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ പ്രത്യേകതയെ പരിഗണിച്ചിട്ടാണ് അതിനെ ലാ യംലികു ബഅദുകും ബഅദൻ അല്യൗം എന്നുള്ളതിനെ പറയാതെ യൗം എന്നുള്ളതിനെ മുന്തിപ്പിച്ചത്. പരലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്തൂല്ല എന്നുള്ളതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. നഫ്ഇനെ അവിടെ മുന്തിപ്പിച്ച് ഉപകാരത്തെ ഉടമപ്പെടുത്തൂല്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അതിന് മുന്തിപ്പിച്ചത്, നഫ്ഇനെ മുന്തിപ്പിച്ചത്? ഇവരെ ആരാധിച്ചിരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരാകാനാണ് അല്ലേ? ഇവരിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരാരാധിച്ചിരുന്നത്. അവിടെ നേർച്ചക്കാരാണ്, അവിടെ ശുപാർശകരാണ്, അവിടെ പടച്ചാനോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാനുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരാധിച്ചിരുന്നത്. വലിയ ഉപകാരം പ്രതീക്ഷിച്ചിട്ടാണ് ഇവരെ ആരാധിച്ചിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉപകാരമില്ല, നഫ്അൻ ചെറിയൊരു ഉപകാരം പോലും ചിലർക്ക് ഉടമപ്പെടുത്തുന്നില്ല, അവർക്കതിന് കഴിയൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് നഫ്ഇനെ മുന്തിപ്പിച്ചത്. വലാ ദർറൻ എന്ന് പറഞ്ഞ് ഉപദ്രവം ചെറുതാണെങ്കിലും അത് ഉടമപ്പെടുത്തുന്നില്ല. അതെന്തിനാണ് പറഞ്ഞത്? ചില മുഫസ്സിരീങ്ങൾ പറയാണ്, ദുനിയാവിൽ ചില ചിലർക്കുണ്ടല്ലോ, ഓൽക്ക് ഒരു ഉപകാരമല്ല ഓലെക്കൊണ്ട്, ഉപദ്രവം മാത്രമാണ് ചിലർന്ന്.
ഈ അതിന് പറയുന്നത് ഈ അക്രബിനെ പോലെ. അക്രബ് പറഞ്ഞാൽ തേള്. തേളിനൊരു ഉപകാരമല്ല, തേള് ഉപദ്രവമല്ലാതെ. അങ്ങനെ ഉപദ്രവം മാത്രമുള്ള ജീവികളുണ്ടല്ലോ, ഉപദ്രവം മാത്രം ചെയ്യാൻ കഴിയുന്ന. പരലോകത്ത് പിന്നെ ഉപദ്രവവും ചെറുതാണെങ്കിലും അത് ചെയ്യൂല എന്ന് പറഞ്ഞെങ്കിൽ എന്താ അത് പറയാൻ കാരണം? ഒരാളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആരും ആർക്കും ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാനാവുകയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇവിടെ വലാ ദർറൻ എന്ന് പറഞ്ഞത്. ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫ്അൻ. ഇതാണ് വിഷയം. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെ എന്ത് ചെയ്തിരുന്നത്, മറ്റുള്ളവരെ ആരാധിച്ചിരുന്നത്. ശിർക്ക് ചെയ്തിരുന്നവർ ആരാധന നടത്തിയിരുന്നത്, പടപ്പുകളെ ആരാധിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ട്, ഉപകാരത്തിന് വേണ്ടി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ചത്. പക്ഷേ ആരാധിച്ചിരുന്ന അവർക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ളതിനെ ബോധ്യപ്പെടുത്താനാണ്. പടപ്പുകളിൽ നിന്ന് ആ ദിവസം എല്ലാ കഴിവുകളും എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇവിടെ വലാ ദർറൻ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുബന്ധം പറഞ്ഞത്. പിന്നെ വനഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാം പറയും ലില്ലദീന ളലമു, ഈ അക്രമികളോട്. അക്രമികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിർക്ക് ചെയ്ത ആളുകളല്ലേ, ശിർക്ക് ചെയ്തവരെ കുറിച്ചാണ് ഇവിടെ വിഷയം. മലക്കളെ ആരാധിച്ചിരുന്നവർ, മലക്കളെയാണ് ആരാധിച്ചിരുന്നതെന്ന് ജൽപ്പിച്ചിരുന്നവർ, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ, അവരോട് നാം പറയുന്നതാണ് വനഖൂലു ലില്ലദീന അശ്റകൂ എന്ന് പറയാതെ എന്താ പറഞ്ഞത്, വനഖൂലു ലില്ലദീന ളലമു എന്നാണ് പറഞ്ഞത്. കാരണം അവർ വലിയ ദുൽമ ചെയ്യണത്. ദുൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ദുൽമ്? ഒരു സംഗതി വെക്കേണ്ടടുത്ത് വെക്കാതെ ക്രമം തെറ്റിച്ച്, സ്ഥലം തെറ്റിച്ച് വെക്കുകയാണ്. ഇവർ ഈമാന് വെക്കേണ്ടടുത്ത് കുഫറിനെ വെച്ച്, തൗഹീദിനെ വെക്കേണ്ടടുത്ത് ശിർക്ക് വെച്ച്, അതുകൊണ്ട് തന്നെ അവർ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്ത്, ഇങ്ങനെ അക്രമം ചെയ്ത്, അതുകൊണ്ട് അവർ സ്വന്തത്തെ കേടാക്കി, സ്വന്തത്തോടും അക്രമം ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെ ലില്ലദീൻ അശ്റകൂ എന്ന് പറയാതെ ലില്ലദീൻ ളലമു എന്ന് പറഞ്ഞത്. അവരോട് അള്ളാഹു പറയാണ് നഖൂലു ലില്ലദീൻ ളലമു, അക്രമിച്ചിരുന്നവരോട് നാം പറയും, അക്രമികളോട് പറയും, ദൂഖു അദാബന്നാർ, നരകത്തിൻ്റെ അദാബിനെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളൂ. അല്ലതി, എങ്ങനെയുള്ള നരകാണ്? കുൻതും ബിഹ, നിങ്ങളതിനെ തുകദ്ദിബൂൻ, കളവാക്കിയിരുന്നു, നിങ്ങളതിനെ കളവാക്കിയിരുന്നു. ഇവിടെ ഈ ബിഹ പ്രയോഗിച്ചതിൽ ഇതേപോലെ ഒരു വിഷയമുണ്ട് സൂറത്തു അലിഫ് ലാം മീം സജദയിൽ. അതെങ്ങനെ? ദൂഖു അദാബന്നാരി ലതി കുൻതും ബിഹി തുകദ്ദിബൂൻ അല്ലേ? അതെവിടെ പറഞ്ഞേ? അവിടെ അല്ലത്തി തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ അഫ്മൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുൻ നാർ കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദൂ ഫീഹാ വഖീല ലഹും ദൂഖൂ അദാബന്നാരി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, അതാണ് നമ്മളുടെ വിഷയം. ഇവിടെ നോക്കി, ദൂഖൂ അദാബന്നാരി അല്ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ. അല്ലത്തി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലത്തി എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീലിംഗല്ലേ? അത് അപ്പോൾ ഏതിലേക്കാണ് മടങ്ങുന്നത്? നാറിലേക്കാണ്. നാറ് സ്ത്രീലിംഗാണ്. അല്ലത്തി, എങ്ങനെയുള്ള തീയാണ്? കുൻതും ബിഹ, ആ തീയിനെ, ഹ എന്നുള്ള ദമീർ നാറിലേക്ക് നിങ്ങൾ കളവാക്കിയിരുന്നു. അവിടെ സജദയിൽ അദാബന്നാരില്ലതി, അവിടെ അല്ലതി എന്ന് പോകുന്നത് എവിടേക്കാണ്? അദാബിലേക്കാണ്. അല്ലതി കുൻതും ബിഹി അദാബിലേക്കാണ്. ആ ശിക്ഷയെ നിങ്ങൾ കളവാക്കിയിരുന്നു എന്ന്. അപ്പം അതെന്തുകൊണ്ടാണ് ഇവിടെ അദാബന്നാരില്ലതി കുൻതും ബിഹ, അവിടെ അദാബന്നാരില്ലതി കുൻതും ബിഹി തുകദ്ദിബൂൻ എന്ന് പറഞ്ഞു. അവർ നരകത്തിന് കളവാക്കി, ശിക്ഷയും കളവാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇത് അദാബുന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നരകം തന്നെ ശിക്ഷയാണല്ലോ. ഇവിടെ വിഷയം അവിടെ അവർ ആ ശിക്ഷയിലാണുള്ളത്. അവിടെ അവരുള്ളത് അദാബിലാണ്. കുല്ലമ അറാദു അൻ യഖ്റുജൂ മിൻഹ ഉഈദു ഫീഹ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ.
ആ ശിക്ഷയിൽ നിന്ന് അവർ പുറത്തു പോരാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഒഴിതു ഫിഹ, അതിൽ അവർ മടക്കപ്പെടുന്നതാണ്. എന്നിട്ട് പറയും ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അദാബന്നാരില്ലദീ കുൻതും ബിഹാ തുകദിബൂൻ, നിങ്ങൾ കളവാക്കിയിരുന്നതായ അദാബിന്. അവർ അദാബിലാണുള്ളത്, അവർ അദാബിലാണുള്ളത്. അതുകൊണ്ടാണ് അനുഭവിക്കുന്ന അദാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീ കുൻതും ബിഹി തുകദിബൂൻ. അവിടെ അവർ അദാബിലാണുള്ളത്. അതുകൊണ്ടാണ് ആ അദാബിലേക്ക് എന്ത് ചെയ്തത്, ഇശാറത്ത് പോയത്, അദാബിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ അവർ അദാബിൽ എത്തിയിട്ടില്ല. ഇവരെവിടെയുള്ളത്? യൗമ യഹ്ശറുഹും ജമീഅൻ, ഇവർ മഹ്ശറിലാണുള്ളത്. ഇവർ മഹ്ശറിൽ വെച്ചിട്ട് കാണുകയാണ്. ആരെയാണ് കാണുന്നത്? നരകത്തിനെ കാണുകയാണ്. ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ പോണേ ഉള്ളൂ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അവർ ശിക്ഷയുടെ ഭവനത്തെ അവർ കാണുകയാണ്. ആ ശിക്ഷയുടെ ഭവനം എന്താണ്? അന്നാർ, നരകാണ്. ഇവർ ശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെയോ ശിക്ഷയുടെ സ്ഥലം നാറിനെ അവർ കാണുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, ദൂഖൂ അദാബന്നാർ, നരകത്തിനെ നിങ്ങൾ ചൂണ്ടിയിട്ട് പറയാണ്, നരക ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ നരകത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അന്നാരില്ലതി കുൻതും ബിഹ എന്ന് പറയുന്നത്. കാരണം ഇവിടെ അവർ കാണിക്കപ്പെടുന്നത് ആരെയാണ്? തീനെയാണ് കാണിക്കപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ ശിക്ഷയാണ് അവരോട് പറയുന്നത്. അവിടെ അവർ ശിക്ഷയിലാണുള്ളത്, അദാബിലാണ് ഉള്ളത്. അതിനെ ആസ്വദിക്കാനാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ അല്ലത്തിയും അല്ലതിയും പ്രയോഗത്തിൽ വ്യത്യാസം വന്നത്. അതേപോലെ ഇവിടെ ബിഹ പറഞ്ഞ് അവിടെ ബിഹി എന്ന് പറഞ്ഞു. ഈ അറബി ഭാഷൻ്റെ പ്രത്യേകത, വ്യാകരണം അറിയേണ്ട അനിവാര്യത, ഇതൊക്കെ ഇന്ന് പ്രത്യേകിച്ച് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ചില ഈ ഖുർആൻ നിഷേധികൾ, അതേപോലെ തന്നെ ദീനി വിഷയങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, ഇപ്പം നമ്മൾ നാട്ടിലൊരു ഡയലോഗ് നടന്നില്ലേ, ഡയലോഗ് നടന്നപ്പോൾ ഒരു വായാടി ഖത്തീബ് അയാളുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ടാണ് അബ്ദുൽ മാലിക് സലഫി വിശദീകരിച്ച് അല്ലേ. എന്തൊക്കെ പൊട്ടത്തര ഒരു മനുഷ്യൻ പറയണത്, എന്തൊക്കെ പൊട്ടത്തര പറയണത്. അതിന് അദ്ദേഹം വളരെ ഭംഗിയായിട്ടുള്ള മറുപടിയാണ് നൽകിയത്. അപ്പോൾ അതിൽ അറബി ഭാഷ അറിയില്ല, വ്യാകരണം അറിയില്ല. നമ്മുടെ ഈ സൂറത്ത് സബയിലെ, നമ്മൾ സബയിലല്ല, സബയിൻ്റെ പ്രത്യേകത ഇതിൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്, ബൗദ്ധ വിശ്വാസികളുടെ വാദങ്ങൾ, അതിനുള്ള മറുപടികൾ. അതിലിപ്പോൾ വിശ്വാസപരമായിട്ട് ഇപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു, പിന്നെ അവരുടെ പരലോക നിഷേധം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ പിന്നെ നിലപാട്, അതാണ് ഇവിടെ തുടർത്തി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അവർ കളവാക്കിയെന്നുള്ള വിഷയം അതാണ്. വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലു മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും വഖാലു മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറാ وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ നിലപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളോടുള്ള അവരുടെ നിലപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കളവാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവന്നതിനെ നിഷേധിക്കാനും നിരാകരിക്കാനും എളുപ്പമാണല്ലോ. അതാണ് വഇദാ തുത്ല അലൈഹിം, അവരുടെ മേൽ ഓതപ്പെട്ടാൽ, പാരായണം ചെയ്യപ്പെട്ടാൽ, വഇദാ തുത്ല തല യത്ലു തിലാവത്ത് എന്നാണ് തുത്ല. വഇദാ തുത്ല പാരായണം ചെയ്യപ്പെട്ടാൽ, അലൈഹിം അവർക്ക് നേരെ പാരായണം ചെയ്യപ്പെട്ടാൽ, എന്ത്? ആയാതുന നമ്മുടെ ആയത്തുകൾ, ബയ്യിനാത്തിൻ, ആയത്തുകളുടെ പ്രത്യേകത എന്താണ്? അത് ബയ്യിനാത്ത് വ്യക്തമായവയാണ്, അല്ലെങ്കിൽ പാരായണം വ്യക്തമായ നിലക്കാണ്. ആയത്ത് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ദൃഷ്ടാന്തം എന്നർത്ഥമുണ്ട്. അൽ ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. ഇവിടെ എന്താ ആയാത്ത്? അത് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളല്ല, പിന്നെയോ ഇത് പിന്നെ ശ്രവിക്കപ്പെടുന്ന പിന്നെ ആയത്തുകളാണ്. ആയത്ത് രണ്ട് രീതിയിലാണ്. ഒന്ന് കൗനിയ,
ആയാത്ത് മഷ്ഹൂദത്തുണ്ട്. നമുക്ക് പിന്നെ അനുഭവവേദ്യമായ ദൃശ്യമായ ആയത്തുകൾ, അതാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, ഭൂമി, പർവ്വതം തുടങ്ങിയതൊക്കെ. മറ്റേത് മസ്മൂഅത്താണ്. മസ്മൂഅത്താണ് എന്താ? ശ്രവിക്കപ്പെടുന്ന, കേൾക്കപ്പെടുന്ന ആയത്തുകളാണ്. രണ്ടിലും ചിന്ത നടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും ചിന്തിക്കാൻ പറഞ്ഞു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്നൊക്കെ പറഞ്ഞ അവസാനം ലിഖൗമി യഖിലൂൻ എന്ന് പറഞ്ഞില്ലേ. മഷ്ഹൂദത്തായ ആയത്തുകളിലും നമ്മൾക്ക് ചിന്ത വേണം. പിന്നെ മസ്മൂഅത്തായ ആയത്തുണ്ട്, അതിലും എന്ത് വേണം? നമുക്ക് ചിന്ത വേണം. അഫല യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഇതിലും ചിന്ത വേണം. ആയത്തുകൾ രണ്ട് രീതിയിലുണ്ട്. ഇത് കൗനിയത്ത്, പ്രാപഞ്ചികം. ഇത് ശർഈയത്ത്, കേൾക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വേദത്തിൽ അവതീർണമായ വചനങ്ങൾ. ഇവിടെ അതാണ് വഇദാ തുത്ല അലൈഹിം ആയത്തിന്, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, പാരായണം അവർക്ക് നേരെ പാരായണം ചെയ്യപ്പെട്ടാൽ, ബയ്യിനാത്തിൻ, വ്യക്തമായ നിലക്ക് പാരായണമാക്കുക, അല്ലെങ്കിൽ വചനങ്ങളുടെ പ്രത്യേകത വ്യക്തമായ വചനങ്ങൾ, അത് പാരായണം ചെയ്യപ്പെട്ടാൽ ഖാലൂ, അവർ പറയും. ആര്? ഈ മക്കയിലുള്ള ഈ നിഷേധികൾ പറയും, മാ ഹാദാ ഇല്ലാ റജുലുൻ. ശുഫ്, ആരാ ഈ പാരായണം ചെയ്യേണ്ടത്? പാരായണം ചെയ്യുന്ന ആളെ പറഞ്ഞില്ല, കാരണം പറയേണ്ട കാര്യമല്ല, അത് വിശ്രുതാണ്. ആ പാരായണം ചെയ്യുന്ന ആളെക്കുറിച്ച് ഖാലു, അവർ പറയും, മാ ഹാദാ, എന്താ ഇത്? ഇവൻ അല്ല. മാ ഹാദാ, ഇവൻ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ റജുലുൻ. എന്താ ഇല്ലാ റജുലുൻ? ഈ റജുലുൻ തൻവീന്, ആ തൻവീന് ലിത്തഹ്ഖീർ, നിസ്സാരവൽക്കരിക്കാനാണ്. എന്തെല്ലാം പറഞ്ഞാൽ റഹ്മക്കല്ല. മാ ഹാദ ഇല്ലാ റജുലുൻ എന്നാണ് എന്താ? ഒരു നിസ്സാരൻ എന്ന അർത്ഥത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവർ പറയും മാ ഹാദ, ഇദ്ദേഹം അല്ല, ഇല്ലാ റജുലുൻ. എന്താ ഇല്ലാ റജുലുൻ എന്ന് പറഞ്ഞാൽ നിസ്സാരനായ ഒരു മനുഷ്യനല്ലാതെ, നിസ്സാരനായ ഒരു മനുഷ്യനല്ല. നിസ്സാരൻ എന്നുള്ളത് ഈ തൻവീനാണ് അതിൻ്റെ ആശയം കൊണ്ടുവരുന്നത്. തൻവീനു തൻകീർ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശം തഹ്കീർ, തഖ്ഫീഫ്, ആളെ ചെറുതാക്കുക എന്നുള്ളതാണ്. മാ ഹാദാ ഇല്ലാ റജുലുൻ. നോക്കട്ടെ, അത് പറയുന്ന മനുഷ്യന്മാരാരാന്ന്? ഈ വാക്ക് പറയുന്ന ആളുകളാരാ? ആയത്ത് ഓതാത്ത സമയങ്ങളിൽ ഈ മനുഷ്യനാരാ അവർക്ക്? ആയത്ത് ഓതിയിട്ടില്ലെങ്കിൽ ഈ മനുഷ്യനാരാ അവർക്ക്? അൽ അമീനാണ്, അൽ അമീനാണ്. പക്ഷെ ആയത്ത് ഓതുമ്പോഴാണ് മാ ഹാദാ ഇല്ലാ റജുലുൻ. ഇമാം ദാറഖുത്നി ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. എൻ്റെ അളവിൽ ഞാൻ ആദ്യമായിട്ട് വായിക്കണം. സുനൻ ദാറഖുത്നിയിൽ താരിഖ് ബിൻ അബ്ദുള്ള അൽ മുഹാരിബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. താരിഖ് ബിൻ അബ്ദുള്ള അൽ മുഹാരിബി ബനു മുഹാരിബ് ഗോത്രക്കാരനാണ്. മദീനയുടെ ഒക്കെ പിന്നെ മക്കയുടെയൊക്കെ കിഴക്ക് ഭാഗം, ഈ നമ്മൾ ദാത്ത് ഇർക്ക് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. ദാത്ത് ഇർക്ക് നട്ടിട്ടുണ്ടെങ്കിൽ ഇറാഖുകാരുടെ മീക്കാത്ത്, ഇറാഖുകാർ മക്കയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മീക്കാത്താണ് ദാത്ത് ഇർക്ക്. ആ ദാത്ത് ഇർക്കിനോട് അടുത്ത് അവിടെയാണ് ഈ പിന്നെ ആ ഭാഗങ്ങളിലാണ് ഇവർ ഈ ബനു മുഹാരിബ്, ബനു സാലിബൊക്കെ ഗോത്രക്കാരുള്ളത്. ഏതായാലും ആ ഭാഗത്താണ് റബ്ദ, അറിയപ്പെട്ട ചരിത്രപ്രസിദ്ധമായ റബ്ദ. ഈ റബ്ദയിൽ നിന്ന് പിന്നെ ബനു മുഹാരിബ് വിഭാഗം അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ പിന്നെ ഈ താരിഖ് ബിൻ അബ്ദുള്ള അൽ മുഹാരിബ് പറയാണ്, ഞങ്ങൾ റബ്ദയിൽ നിന്ന് അല്ലെങ്കിൽ റബ്ദ വഴി മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ മദീനയുടെ അടുത്തൊരു സ്ഥലത്തെത്തി. മദീനയിലെത്തിയിട്ടില്ല, മദീനയ്ക്ക് അടുത്തൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. 2 വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത്. വന്നിട്ട് ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ റബ്ദയിൽ നിന്ന്, റബ്ദയുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഘത്തിൽ, ഈ ബനു മുഹാരിബ് ആ സംഘത്തിൽ ഒരു ദഈനത്തുണ്ടായിരുന്നു. ദഈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകപ്പുറത്തുള്ളൊരു സ്ത്രീ, ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു വാഹനപ്പുറത്തുള്ള. ഞങ്ങളുടെ പുരുഷന്മാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഉണ്ട്. അതാണ് ഈ താരിഖ് ബിൻ അബ്ദുള്ള പറയുന്നത്. എന്നിട്ട് വിഷയം, ഈ വെള്ളവസ്ത്രം ധരിച്ചു വന്ന ആൾ ഞങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം
ഈ അവർ പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരു ജമലുൻ അഹ്മർ ഉണ്ടായിരുന്നു, ഒരു ചുവന്ന ഒട്ടകം. അപ്പോൾ ഈ വന്ന ആൾ, വെള്ളവസ്ത്രത്തിൽ വന്ന ആൾ ഞങ്ങളോട് ചോദിച്ചു, അതബിഊനനി ഹാദൽ ജമൽ, ഈ ഒട്ടകത്തെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ബിഖം എത്രക്ക് എന്ന് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ബിഖദ വഖദ മിൻ സായിൻ, ഇത്ര അളവ് സായ് തന്നാൽ, കാരക്കൻ്റെ അളവ് ഇത്ര അളവ് കാരക്ക സായ് തന്നാൽ ഞങ്ങൾ ഇതിനെ തരാം എന്ന് പറയണം. അവർ പറയാണ് ഒരിക്കലും ആ ആഗതൻ ഞങ്ങളോട് വില കുറച്ച് ചോദിച്ചില്ല. അങ്ങനെയല്ല, വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് കുറച്ച് ചോദിക്കുക, ഫീ ഡിസ്കൗണ്ട് വരണല്ലേ, ഒന്നും ചോദിച്ചില്ല, വില കുറച്ചൊന്നും ചോദിച്ചില്ല. ആ വില ഞങ്ങൾ എന്താണോ പറഞ്ഞത് ആ വിലക്ക് അതിനെടുത്ത് പല യസ്തൗദി അവനാന്നാണ്, ഞങ്ങളോടൊന്നും കുറച്ച് ചോദിച്ചില്ല ഒട്ടകത്തെ. പക്ഷേ വില പറഞ്ഞ് ഉറപ്പിച്ച് ഒട്ടകത്തെ പിടിച്ച് അതിൻ്റെ തല പിടിച്ച്, അതാണ് അതിൻ്റെ തല പിടിച്ചതിന് ശേഷം ഈ ആഗതൻ അതിനായിട്ടാണ് പോയി, ചുവന്ന ഒട്ടകത്തായിട്ടാണ് പോയി, പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ച്, ഈ ആളുകളുണ്ടല്ലോ റബ്ദയിൽ വന്ന ബനു മഹാരിം, അവർ ഫതലാവംന ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി. നമുക്കറിയാത്തൊരാൾ, ഒരപരിചിതൻ വന്നിട്ട് നമ്മളുടെ ഈ ഒട്ടകത്തെ പിടിച്ച് വില പറഞ്ഞ് അതിനേറ്റ് പോയി. അപ്പം നമുക്ക് എന്താ ഉള്ളത്, എന്താ കിട്ടിയത്, നമ്മൾ ഒട്ടകം പോയി എന്ന് അവരെ ആക്ഷേപിച്ചപ്പോൾ കാലത്തി ദഈനത്തു, ഈ ദഈന പറഞ്ഞു, ദഈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകപ്പുറത്തുള്ള സ്ത്രീ, അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, ലാ തലാവമു, നിങ്ങളൊരിക്കലും അന്യോന്യം കുറ്റപ്പെടുത്തണ്ട, നിങ്ങളൊരിക്കലും അന്യോന്യം കുറ്റപ്പെടുത്തണ്ട. ഫ ഇന്നി റഅയ്തു വജ്ഹൻ ലാ യഖ്ഫിറുക്കും എന്നാണ് അവർ പറയാണ്, ഞാൻ കണ്ട ആ മുഖം ഒരിക്കലും നിങ്ങളെ പറ്റിക്കൂല, ചതിക്കൂല എന്ന് പറയുന്നത്. നിങ്ങളൊരിക്കലും ചതിക്കുകയില്ല. റഅയ്തു വജ്ഹൻ അശ്ബഹ ബിൽ ഖമരി ലൈലത്തൽ ബദർ, ഞാൻ കണ്ട ആ മുഖം പൗർണമി രാവിലെ ഒരു പൂർണ്ണചന്ദ്രന് സമാനമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ മുഖം നിങ്ങളെ ചതിക്കില്ല. അതുകൊണ്ട് ലാ തലാവമു, നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തണ്ട എന്ന് ഈ പെണ്ണ് ആ യാത്രാ സംഘത്തോട് പറഞ്ഞു എന്നാണ്. എന്നിട്ട് പിന്നെ ഈ സംഭവം ഉദ്ധരിക്കണ താരിഖ് ബിൻ അബ്ദുള്ള പറയാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഇത് രാവിലെ നടന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരാൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആഗതം പറയുകയാണ്, അന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക്കും, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, റസൂൽ എന്നെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചാണ്, ഞാൻ റസൂലുള്ളാഹിൻ്റെ ദൂതനാണ്, നിങ്ങളുടെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വലിയ ഒരു ഭക്ഷണശേഖര കൊണ്ടുവന്ന് എന്നിട്ട് പറയാണ്, കുലു മിൻ ഹാദാ ഹത്താ തശ്ബഉ വക്താലു ഹത്താ തസ്തൗഫു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭക്ഷണശേഖരത്തിൽ നിന്ന് കുലു നിങ്ങൾ തിന്നോളിയും, ഹത്താ തശ്ബഉ നിങ്ങളുടെ വിശപ്പ് മാറുവോളം, വക്താലു നിങ്ങൾ അളന്നെടുത്തോളിയും, ഹത്താ തസ്തൗഫു നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഒട്ടകത്തിന് പകരം കൂലിയായി വേണ്ടത് അത്ര എന്ന് പറഞ്ഞു എന്നാണ്. താരിഖ് ബിൻ അബ്ദുള്ള പറയുകയാണ്, ഫഅകൽന ഹത്താ ശബിഅന, ഞങ്ങൾ അതിൽ നിന്ന് തിന്നു, ഞങ്ങൾക്ക് യാത്രാസംഘല്ലേ എല്ലാവരുടെയും വിശപ്പ് മാറുവോളം, വക്തൽന ഞങ്ങൾ അളന്നെടുത്തു, ഹത്തസ്തൗഫൈന ഞങ്ങളുടെ ഒട്ടകത്തിന് പകരം കൂലി എത്രയാണ് ഞങ്ങൾക്ക് വേണ്ടത് അത്ര ഞങ്ങൾ അളന്നെടുത്തു എന്നാണ്. മനസ്സിലായോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അവർ ഇത് സംഭവം ശരിയാണ്. ഇവർ റബ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റബ്ദ മദീനയിൽ നിന്ന് ഒരു 3 മർഹല ദൂരത്താണ്. മദീനയുടെ കിഴക്ക് തെക്ക് ഭാഗത്താണ് റബ്ദ സ്ഥിതി ചെയ്യുന്നത്. റബ്ദ എന്നും ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. റബ്ദ എന്ന് പറയുന്ന സ്ഥലം എന്താ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവ് എന്താ? റബ്ദൻ്റെ പ്രത്യേകത, അലി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പല ചരിത്രങ്ങളുമുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹു റബ്ദയിലാണ് കഴിഞ്ഞത്. അബൂദർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യഈഷു വഹീദൻ വയമൂതു വഹീദൻ വയുബഅസു വഹീദൻ എന്ന് പറഞ്ഞില്ലേ, തനിച്ച് ജീവിക്കും, തനിച്ചൊരിടത്തായിരിക്കും മരിക്കും, അവിടുന്ന് അന്ത്യനാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് തനിച്ചായിരിക്കും എന്ന് പറഞ്ഞില്ലേ. റബ്ദയിലാണ് അബൂദർ കഴിഞ്ഞിരുന്നത്, ഇവിടെയാണ് അബൂദർ മരിച്ചത്. അതേപോലെ കുറേ ചരിത്രമുണ്ട് റബ്ദയുമായി ബന്ധപ്പെട്ട്, കുറേ ചരിത്രമുണ്ട്. ഏതായാലും ആ റബ്ദയിൽ നിന്ന് ഇവർ വരുമ്പോൾ ഇവർക്ക് നിസ്ലാസം മതങ്ങൾ ഇവർ ഒരിക്കലും കണ്ടിട്ടില്ല. നിസ്ലാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ
പിന്നെ ഇങ്ങനെയല്ല എല്ലാവരുടെ പ്രതികരണം ഉണ്ടാകുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 2 വെള്ള വസ്ത്രത്തിൽ പിന്നെ വരികയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ റസൂലുള്ളാഹിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ, ഇവരൊക്കെ ഈ നടന്മാരും അറാബികളാണ്. അത് കാരണത്താൽ തന്നെ പിന്നെ ഒരാഗതനെ സംബന്ധിച്ചിടത്തോളം അവരത്ര തന്നെ നിരീക്ഷിക്കാൻ നോക്കാനുള്ളത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ ശരിക്കും എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒട്ടകത്തിൻ്റെ വില പറഞ്ഞിട്ട് ഒട്ടകത്തിനാണ് കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ വെള്ള വസ്ത്രത്തിൽ വന്ന ആഗതൻ. ഒട്ടകത്തിൻ്റെ തലയും പിടിച്ച് റസൂലുള്ളാഹി പോയി അവരോട് വില പറഞ്ഞിട്ട്, അവർ പറഞ്ഞ വില ഒന്നും കിഴിക്കാതെ, അതിലൊരു ഇതും ചോദിക്കാതെ പോയപ്പോൾ ഇവർ കുറ്റപ്പെടുത്താൻ, നമ്മൾ ആർക്കായി ഒട്ടകത്തിനെ കൊടുത്തത്? ഒട്ടകയിട്ട് മുപ്പര് പോയി, നമുക്കിനി കിട്ടുമോ? ഇതവരെ ആക്ഷേപിച്ചപ്പോൾ ആ സ്ത്രീ പറയാൻ, ലാ തലാവമു ഫഇന്നി റഅയ്തു വജ്ഹൻ ലാ യഖ്ഫിറുക്കും. നിങ്ങൾ കുറ്റം പറയേണ്ട, അന്യോന്യം കുറ്റപ്പെടുത്തേണ്ട. ഞാൻ കണ്ട ആ മുഖം ഒരിക്കലും നിങ്ങളെ ചതിക്കൂല, പറ്റിക്കൂല. ആ മുഖം പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രന് സമാനമായ മുഖമാണ് എന്ന് ആ സ്ത്രീ വിധിച്ചു എന്നാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റസൂലുള്ള ആളെ വിട്ടതാണ്. അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക്കും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദൂതനാണ് നിങ്ങൾക്ക്. അദ്ദേഹം വലിയൊരു ഭക്ഷണശേഖരമായിട്ടാണ് വന്നത്. എന്നിട്ട് പറയാണ്, കുലു മിൻ ഹാത്താ തശ്ബഉ, നിങ്ങൾക്ക് വിശപ്പ് മറുവോളം ഇതിന് തിന്നോളി എല്ലാവരും. അതേപോലെ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ വില എത്രയാണോ അത് തികയോളം ഇതിന്ന് നിങ്ങൾ അളന്നെടുത്തോളി എന്ന് പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹം പറയണതാണ്. അക്കൽന, ഞങ്ങൾ തിന്നു, ഹത്താ ഷബീന, ഞങ്ങളുടെ വിശപ്പ് മാറുവോളം. വക്തൽന, ഇക്താല എന്താ? ഇക്താല വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫു തന്നെ. ഇക്താല എന്നാണ് അളന്നെടുക്കുക. അളന്നെടുക്കുമ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അതാണ് അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇതക്കാലുഹും, അളന്നു കൊടുക്കുമ്പോൾ കുറക്കുന്നറില്ലേ. അപ്പോൾ അവർ അളന്നെടുത്തു എന്നാണ്. ഹത്തസ്തൗഫു, അവർക്ക് അവരുടെ പൈസ പൂർണ്ണമാണ് വരെ, അവരുടെ ഒട്ടകത്തിൻ്റെ വില പൂർണ്ണമാകുന്നത് വരെ അവർ അളന്നെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത്ര മഹാനായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഭവിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരുടെ നേരെ ഓതിയിട്ടുണ്ട് എങ്കിൽ ഖാലു മഹാദ ഇല്ലാ റജുലുൻ, മഹാദ ഇല്ലാ റജുലുൻ, ഇദ്ദേഹം ഒരു നിസ്സാരൻ മാത്രം എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത ഇതിൽ പുറത്ത് പറയാം. ദൈവത്തിനില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.